ഇന്ന് വൃശ്ചികം ഒന്നായിട്ട് രാവിലെ തന്നെ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞാൻ അടുത്തുള്ള ക്ഷേത്രമായ ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിൽ വന്നു. ക്ഷേത്രത്തിൽ വന്ന സമയം പൂജ സമയമായിരുന്നു. അങ്ങനെ പൂജയൊക്കെ കണ്ടു ഭഗവാനെ കണ്ടു തൊഴുത്ത് ഇറങ്ങി. അപ്പോൾ ഇത് ഞാൻ അറിയാതെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ അടുത്തൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് അടി വീഡിയോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ പൊട്ടുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ചെറിയൊരു ഊഞ്ഞാലായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് കുറച്ച് പണികളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇന്നലെ തേങ്ങ വെട്ടിയത് അതൊക്കെ അടുക്കി പറക്കിയൊക്കെ വെക്കണമായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ എല്ലാം ഓരോന്ന് ചാക്കിലൊക്കെ ആക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ജോലിയിലൊക്കെ പാടായത് കുറച്ച്. കാരണം നമ്മൾ വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് കുറച്ച് മടിയാട്ടോ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങും മേക്കപ്പുമാണ്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ പാഷനാണ്, മറ്റേ എൻ്റെ പ്രൊഫഷനാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഞാനങ്ങനെ വലിയ മടിയൊന്നും കാണിക്കാറില്ല. എനിക്കിഷ്ടമുള്ളതാണ്. പക്ഷേ വീട്ടിലെ ജോലികളൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ എന്നുള്ളത് കൊണ്ട് എല്ലാ ജോലികളും ചെയ്യും. എന്നാലും എല്ലാം ഒരേ സമയത്ത് ചെയ്ത് തീർക്കത്തില്ല. കുറച്ച് കുറച്ചായിട്ടേ ഞാൻ ചെയ്ത് തീർക്കത്തുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ് വീട്ടിലെ ജോലികളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം മാത്രം ചെയ്യും. പിന്നും സ്റ്റിച്ച് ചെയ്യും, പിന്നും വന്ന് വീട്ടിലെ ജോലി ചെയ്യും, പിന്നും വന്ന് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ പാർലറിൽ ഒരു ചെറിയ വർക്കുണ്ടായിരുന്നു. ചെറിയ വർക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ അടുത്തുള്ള ഒരു ഡാൻസ് സ്കൂളിലെ ഒരു കൊച്ചിനെ ഇന്ന് ചിലങ്ക കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനൊരു ഫോട്ടോഷൂട്ടും അവർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ മേക്കപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ എൻ്റെ റീൽസൊക്കെ കാണുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ ഒന്ന് ഒരുക്കി അതിന് ശേഷം നമുക്ക് അയ്യപ്പൻ കഞ്ഞി കിട്ടി. അയ്യപ്പൻ കഞ്ഞി എന്ന് പറയുമ്പോൾ അടുത്തുള്ള അമ്പലമായ മഠത്തിലെ ക്ഷേത്രത്തിൽ കഞ്ഞി വിത്തായിരുന്നു. അങ്ങനെ അയ്യപ്പൻ കഞ്ഞി നമ്മൾ കുടിച്ചു. എനിക്ക് അയ്യപ്പൻ കഞ്ഞി കൊണ്ടുവന്ന സീനാൻ്റിയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഹാപ്പി ആയിട്ട് പോയി.